അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്ത ദിവസം ഇറ്റലിയിലെ റോമിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച ആണവായുധ ചർച്ചയോടനുബന്ധിച്ച് അതിൻ്റെ മുന്നോടിയായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യ സന്ദർശിക്കാൻ തീരുമാനിച്ച വിവരം പുറത്തു വന്നു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരസ്പരം അണുവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമേരിക്കയുടെ ഭീഷണിയെ ചെറുക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഞ്ചിയും റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമാണ് തൊട്ടടുത്ത ദിവസം മോസ്കോയിൽ വെച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. നിരന്തരം അമേരിക്കയുടെ ഭീഷണിയെ ഗൗരവത്തിലെടുക്കണമെന്നും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ റഷ്യയും ഇറാനും സംയുക്തമായി എടുക്കണമെന്നും ഇതിന് മുൻപ് തന്നെ റഷ്യയുടെ ഭാഗത്തുനിന്ന് അഭിപ്രായം വന്നിരുന്നു. അമേരിക്കയുടെ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സമീപനങ്ങളെല്ലാം എല്ലാ രാജ്യത്തിനും ഭീഷണിയാണ് എന്നുള്ളതും അവരെ എതിർക്കാത്തവർ ലോകത്തുണ്ട് എന്ന ധാർഷ്ട്യത്തിലാണ് പല നടപടികളും അവരെടുക്കാറുള്ളത്. പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലിന് പിന്തുണ നൽകി ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് അമേരിക്ക മാറി നിൽക്കണമെങ്കിൽ ഇറാനെ പോലുള്ള ശക്തിയായിരിക്കുന്ന ഒരു രാജ്യം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നൊരു അഭിപ്രായം കൂടിയാണ് യഥാർത്ഥത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഉള്ളത്.